ഇന്നൊരു കടലക്കറിയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത്. തലേദിവസം വെള്ളത്തിലിട്ട് കഴുകി വാരി കടല എടുത്ത് വെക്കണം. അതിനുശേഷം ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിലേക്ക് നമുക്ക് സവോള, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ അതിനാവശ്യമായിട്ട് ഒരു തക്കാളിയും കൂടെ അരിഞ്ഞ് മാറ്റി വയ്ക്കണേ. ഇതൊന്ന് വഴന്നു വരുന്ന സമയത്ത് നമുക്ക് തക്കാളി അതിലേക്ക് ചേർത്ത് കൊടുക്കണം. കുറച്ച് ഉപ്പൂടെ ചേർത്ത് വഴറ്റുവാണെങ്കിൽ എല്ലാം പെട്ടെന്ന് നമുക്ക് വഴന്ന് കിട്ടുവേ. അതൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് അതിനാവശ്യമായിട്ടുള്ള മസാലകളെല്ലാം എടുത്ത് വയ്ക്കാം. കുറച്ച് മുളക് പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് പെരുംജീരകപ്പൊടി, ഇത്രയും കൂടെ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഈ പൊടിയൊക്കെ ഒന്ന് ചൂടാക്കിയെടുക്കാനേ. അത് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന കടലയെടുത്ത് ആ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് ഒന്ന് വേവിക്കാനായിട്ട് വെക്കാവേ. ഒരു 5 വിസിലടിക്കുമ്പോഴത്തേക്കും നമുക്ക് കടല ഒന്ന് വെന്ത് കിട്ടും. വെന്ത് കഴിയുമ്പം നമുക്ക് ആവി പോകാനായിട്ട് കുക്കർ മാറ്റി വയ്ക്കും. ആ സമയത്ത് നമുക്ക് കറിക്ക് ഒരു ചെറിയ കൊഴുപ്പ് കിട്ടാനായിട്ട് കുറച്ച് തേങ്ങ ഒന്ന് വറുത്തെടുക്കണേ. തേങ്ങ ഒന്ന് വറുത്ത് ഒരു ഇളം ബ്രൗൺ നിറമാകുമ്പോഴത്തേക്കും നമുക്കത് മാറ്റി വെച്ച് ഒന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്കും വെള്ളം ഒഴിക്കാതെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. കുറച്ച് തേങ്ങ ചേർത്ത് കൊടുത്താൽ മതിയേ. ഞാനിവിടെ ഒരു ചെറിയ ബൗളിൽ ആവശ്യത്തിനുള്ള തേങ്ങ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് നമുക്ക് ആ വെന്തിരിക്കുന്ന കടലയെല്ലാം കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് വേണം നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ചേർക്കാനേ. ഇനി നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ശകലം ചൂടുവെള്ളം കൂടെ ചേർത്ത് കറി ഒന്ന് ചാറാക്കിയെടുക്കാം. അല്ല കുറുകിയ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ലേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.